രാജീവ് കുമാറിനെതിരെ തെളിവില്ലായിരുന്നു എന്നുള്ളതാണ് ആദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുപ്രീം കോടതി പറഞ്ഞത്. എന്നാൽ തെളിവുകൾ ഉണ്ടെങ്കിലോ, അതാണ് ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന തന്നെ വ്യക്തമായി പുറപ്പെടുവിക്കാൻ ഉദ്ദേശിക്കുന്നത്. മുൻപൊന്നും കണ്ടിട്ടില്ലാത്ത അസാധാരണ നടപടി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ അത് BJPക്ക് ഏൽക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടി തന്നെയായിരിക്കും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യം. 2024 തെരഞ്ഞെടുപ്പ് പരാജയമാണ് BJPക്ക് സംഭവിച്ചത് എന്നുള്ളത് അവർ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. 303 സീറ്റുമായി കൂടുതൽ സീറ്റോടുകൂടി 400-ൽ പരം സീറ്റുകളുമായി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുകയും 4-3 ഭൂരിപക്ഷം നേടി ഭരണഘടനയെ തന്നെ മാറ്റിമറിക്കും എന്നും ശപഥം ചെയ്ത നരേന്ദ്രമോദിക്ക് ഇനി അങ്ങോട്ട് തിരിച്ചടി ലഭിക്കുകയായിരുന്നു. 240-ലേക്ക് BJPയുടെ അംഗബലം കുറഞ്ഞപ്പോൾ നരേന്ദ്രമോദി ഒന്ന് പരുങ്ങി. ഇനി പ്രധാനമന്ത്രിയാകാൻ കഴിയില്ലേ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആശ്ചര്യം. എന്നാൽ നിതീഷ് കുമാർ വീണ്ടും ഒരു പുതുജീവൻ പോലെ, ഒരു ഔദാര്യം പോലെ നിങ്ങൾ തന്നെ ആയിക്കോളൂ എന്ന് പറഞ്ഞതോടെയാണ് മോദിക്ക് സമാധാനമായത്. അത് ഏറ്റുപാടാൻ നായിഡു കൂടി റെഡിയായി. എന്നാൽ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ സഞ്ജീവ് ഖന്നയെ മാറ്റാനായി ജഡ്ജിമാർ തന്നെ വലിയ തോതിൽ BJPക്ക് വേണ്ടി പണിയെടുക്കുന്നു എന്ന ആരോപണം ശക്തമാണ്. സുപ്രീം കോടതിയുടെ ജഡ്ജിമാർ കൃത്യമായി കേന്ദ്ര നയങ്ങൾക്ക് അനുസൃതമായി നിയമങ്ങളെ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നുണ്ടോ, വിധി പുറപ്പെടുവിക്കുമ്പോൾ അത്തരത്തിലൊരു സ്വാധീനമുണ്ടോ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രസക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ഗോദി മീഡിയകൾ തെറ്റായിട്ടുള്ള വാർത്തകൾ നൽകുമ്പോഴും ചില ചാനലുകളുടെ കാര്യങ്ങളിൽ വളരെ വ്യക്തതയുണ്ട്. ഇന്ത്യ ടുഡേ പോലുള്ള മാധ്യമങ്ങൾ വേറിട്ട രീതിയിൽ യാഥാർത്ഥ്യം വിളിച്ചു പറയാൻ ശ്രമിക്കുമ്പോൾ അതിനെ നഖശിഖാന്തം എതിർക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ അഭ്യുദയകാംക്ഷിയായിട്ടുള്ള വ്യക്തിയാണ് ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ജ്ഞാനേഷ് കുമാർ എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ജ്ഞാനേഷ് കുമാറിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹത്തിനെ അയോഗ്യനാക്കണമെന്ന രാഹുൽ ഗാന്ധിയുടെ ഹർജി സുപ്രീം കോടതി കേൾക്കാനിരിക്കെയാണ് ജസ്റ്റിസ് സൂര്യകാന്ത് അടങ്ങിയ ബെഞ്ച് വിധി പുറപ്പെടുവിച്ച് രാഹുൽ ഗാന്ധിക്ക് പ്രതികൂലമായ വിധി സമ്മാനിച്ചത്. എന്നാൽ രാഹുൽ ഗാന്ധി ഒരു ഇഞ്ച് പിന്നോട്ട് വെച്ചില്ല. കൃത്യമായും അദ്ദേഹം അടുത്ത നീക്കം നടത്തി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ പറയുന്നു, തന്റെ പക്കൽ കൃത്യമായിട്ടുള്ള രേഖകൾ, വിവരങ്ങൾ എല്ലാം ഉണ്ട്. താൻ പലപ്പോഴും ജുഡീഷ്യറിയിൽ നിൽക്കുന്നത് കൊണ്ട് പലതും പറയാൻ വിസമ്മതിക്കുന്നു എന്നുള്ളത്. അതൊരു വൻ ബോംബ് പോലെ BJPയുടെ ആസ്ഥാന കേന്ദ്രത്തിൽ വീഴുമോ എന്നാണ് ഏവരും അത്ഭുതത്തോടെ കാത്തിരിക്കുന്നത്.